ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്നലെ ദർശനം നടത്തിയത് 85,000-ഓളം ഭക്തരാണ്. ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ്. ശബരിമലയിൽ നിന്നും വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നും തിരക്ക് പഴയതുപോലെ തന്നെയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യം അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച വരെ ശനി ഞായർ ദിവസങ്ങളിൽ ഭക്തരുടെ ഒരു തിരക്കിൽ നേരിയ ഒരു കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ എന്ന് വേണ്ട എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഭക്തരുടെ ഒരു വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരക്ക് തന്നെയാണ് ഇന്നും നമുക്ക് കാണാനാകുക. ശരാശരി 90,000-ലധികം ഭക്തർ ഭഗവാന്റെ മുന്നിലേക്ക്, ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും പുലർച്ചെ മുതൽ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കണക്കിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ആ ഒരു തിരക്ക്, ശരാശരി 90,000-ഓളം ഭക്തരാണ് ഓരോ ദിവസവും ഭഗവാന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണുന്നത്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യ വികസനം അതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. എന്നാലും പരമാവധി ഭക്തർക്ക് ദർശനം കൊടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളിലേക്കൊക്കെ തന്നെ സന്നിധാനത്ത് ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സേനകൾ ആ തുടക്കത്തിലുണ്ടായ വീഴ്ചകളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. സ്വാമി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പട്ടാമ്പിക്ക് അടുത്ത് കൊപ്പം എന്ന് മണ്ണേങ്കോട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. എത്ര നാളായി ഇപ്പോൾ? ഞാൻ 976 മുതൽ വരൽ തുടങ്ങിയതാണ്. ഒരു 40 വർഷത്തോളം വർഷത്തിലൊരു പ്രാവശ്യം വന്നു. പിന്നെ അത് മാറി എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ, മിക്കവാറും 1-ാം തീയതി രാവിലെ ഞാൻ തൊഴാൻ വരാറുണ്ട്. അത് ഒരു 13 വർഷത്തിന് മേലെ, 158-ാമത്തെ മാസമാണ് ഞാനിപ്പോൾ വരുന്നത്. നാട്ടിലൊരു ചെറിയൊരു ഗുരുസ്വാമി എന്നൊക്കെ പറഞ്ഞു ആണ് ഇപ്പോൾ നടക്കുന്നത്. കുറേ കെട്ട് നിറച്ചൊക്കെ വിട്ടിട്ടുണ്ട്. ഒരു 150 ആൾക്കാരെ ഞാൻ ഈ വർഷം മലയ്ക്ക് പറഞ്ഞയച്ചു. ഇന്നലെ വൈകുന്നേരത്തും കൂടി മലയ്ക്ക് പറഞ്ഞയച്ചു. അവരെ ഞാൻ ബസ്സിൽ കയറ്റി വിട്ടിട്ടാണ് ഞാൻ ബസ്സിന് പോകുന്നത്. വലിയൊരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ ആ ഒരു ഭാഗ്യം എനിക്ക് പിന്നെ ഉപ്പുണ്ട്. എനിക്ക് മാസത്തിൽ ആ ഒരു പ്രാവശ്യം വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ സംഭവിച്ചിട്ടില്ല. ആ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്തും ആ മുങ്ങിപ്പോയ സംഭവമൊക്കെ സമയത്തും കൂടി ഞാൻ വന്നാണ്. പക്ഷേ ആ ഒരു 15 ദിവസം ആ നോമ്പും 15 ദിവസം ഭഗവാന്റെ ആ ഒരു എനർജി കൂടി ആകുമ്പോൾ എൻ്റെ ഒരു മാസം എനിക്ക് അങ്ങനെ കഴിയും. അങ്ങനെ 158 മാസം ഇപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്താൻ കഴിഞ്ഞു. എനിക്ക് ഇതിലൂടെ അപ്പം ഭാഗ്യം വേറെ ഒന്നുമില്ല എനിക്ക്. തീർച്ചയായും അത് തന്നെയാണ്. ഇതാണ് ശബരിമല നൽകുന്ന ഒരു വലിയ വിശ്വാസം. അത് തന്നെയാണ്. എന്തായാലും അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു സ്വാമിയാണ്. അതാണ് ഈ ശബരിമല നൽകുന്ന ഒരു വിശ്വാസം. ഇങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് ഇങ്ങനെ അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹമാണ്. ഓരോരുത്തർക്കും ആ ഭഗവാൻ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വലിയ കടാക്ഷമുണ്ട്, കൃപാ കടാക്ഷമുണ്ട്. അത് തന്നെയാണ് ഈ മണ്ണിലേക്ക് ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ ഭക്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു തിരുസന്നിധിയിലേക്ക് ഇങ്ങനെ ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭഗവാനും ഭക്തരും ഒന്നാകുന്ന ഒരിടമാണ്. അവിടെ തന്നെയാണ് ഈ മനോഹരമായുള്ള കാഴ്ചകൾ. ഓരോ ദിവസവും ഇങ്ങനെ തീർത്ഥാടകരുടെ ഒരു തിരക്ക് അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തമാണ്. അരുൺ കൊടുങ്ങൂരാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നും ഭക്തജന തിരക്ക് പതിവ് പോലെ തുടരുകയാണ്.